വീട്ടിലെ പ്രായമായവരുടെ പെരുമാറ്റത്തിൽ വളരെ പെട്ടെന്ന് വ്യത്യാസം സംഭവിക്കുന്നതായി, അതായത് ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ്, ചുറ്റുമുള്ളവരുമായി സംസാരിക്കാതിരിക്കുക എന്നിങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പലപ്പോഴും വാർദ്ധക്യകാല വിഷാദ രോഗത്തിന്റെ അഥവാ ലേറ്റ് ലൈഫ് ഡിപ്രഷന്റെ സൂചനയാകാം ഇത്. വാർദ്ധക്യകാല വിഷാദ രോഗം എന്നത് കേവലം ഒരു മാനസികാവസ്ഥ മാത്രമല്ല, ഇത് ബയോളജിക്കലായ മാറ്റങ്ങൾ, ബ്രെയിനിലെ വ്യതിയാനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവയുമായെല്ലാം ഡീപ്ലി കണക്റ്റഡ് ആണ്. വാർദ്ധക്യത്തിൽ കൂടുതലായും കണ്ടുവരുന്ന അവസ്ഥ വാസ്കുലാർ ഡിപ്രഷനാണ്. അതായത് പ്രായം കൂടുമ്പോൾ ചിലരുടെ തലച്ചോറിലെ രക്തപ്രവാഹത്തിൽ മാറ്റങ്ങൾ വരുന്നത് കാരണം ഉണ്ടാകുന്ന വിഷാദം. നമ്മുടെ ബ്രെയിനിലെ നാഡീവ്യൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് കാരണം നമ്മുടെ ഇമോഷൻസിനെയും മൂഡിനെയും ഒന്നും പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരിക, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുക, ഇവയെല്ലാം വാസ്കുലാർ ഡിപ്രഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ചിലർ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ വളരെ സ്ലോ ആവും. അതായത് നടക്കുന്നത്, സംസാരിക്കുന്നത് ഇതൊക്കെ വളരെ പതുക്കെയാകും. ഏത് ഡ്രസ് ഇടണം, ഏത് ഭക്ഷണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടും. അവരെ കാണുമ്പം അവർക്കൊരു വിഷമം ഉള്ളതായിട്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് എന്തോ ഇഷ്യൂ ഉള്ളതായിട്ട്, അവരുടെ പെരുമാറ്റം നമുക്ക് വളരെ ഇൻഡിഫറന്റ് ആയിട്ട് ഫീൽ ചെയ്യും. സാധാരണയായി വിഷാദ രോഗത്തിൽ കരയുക, സങ്കടപ്പെട്ടിരിക്കുക ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ മുതിർന്ന ആളുകളിൽ പലപ്പോഴും ഡിപ്രഷൻ ഇൻഡിക്കേറ്ററായി വരുന്നത് അൻഹിഡോണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒന്നിലും താല്പര്യമില്ലാത്തൊരവസ്ഥ. മുൻപ് താല്പര്യത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളിലും താല്പര്യം കാണിക്കാത്ത ഒരു സ്ഥിതിയായിരിക്കും അന്നേരം ഉണ്ടാവുന്നത്. അതായത് എല്ലാ ദിവസവും വളരെ ഉത്സാഹത്തോടെ പത്രം വായിക്കുകയും TV കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് അത് നിർത്തി ഇനി വീട്ടിലുള്ളവർ പറഞ്ഞാൽ പോലും അതൊന്നും ചെയ്യാൻ താല്പര്യം കാണിക്കാതിരിക്കുന്ന ഒരു പ്രവണത. അതുപോലെ അവരുടെ സങ്കടങ്ങൾ പലപ്പോഴും ശാരീരിക ലക്ഷണങ്ങളിലൂടെയാണ് പ്രകടിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ കഠിനമായ ശരീരം വേദന, അല്ലെങ്കിൽ തളർച്ച, ദഹന പ്രശ്നങ്ങൾ, വയറ്റിൽ അസ്വസ്ഥത, വിശപ്പില്ലായ്മ, ഇവയൊക്കെ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്നാണ് സ്യൂഡോ ഡിമെൻഷ്യ, അതായത് ഡിപ്രഷന്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കുന്ന ഓർമ്മക്കുറവാണിത്. ഇത് പലപ്പോഴും ഡിമെൻഷ്യ ആണ് എന്ന രീതിയിൽ നമ്മൾ തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എന്നാൽ ഓർമ്മക്കുറവിനേക്കാൾ ഉപരി ഓർത്തെടുക്കാൻ ഇവർ തയ്യാറാകാതിരിക്കുന്ന പ്രവണതയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഒന്നാണ് ഏകാഗ്രതക്കുറവ്. ഈവൻ TV കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുമ്പോഴോ പോലും അതിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രയാസം നേരിടുക, അല്ലെങ്കിൽ സാമൂഹികമായി ഒറ്റപ്പെടുന്ന രീതി കാണിക്കുക. അതായത് ആരെങ്കിലും കാണാനോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാനോ ഒക്കെ വരികയാണെങ്കിൽ അതിനോട് വിമുഖത കാണിക്കുക, എപ്പോഴും മുറിക്കകത്ത് തന്നെ അടച്ചിരിക്കുക, വളരെ നേരത്തെ ഉണരുക, പിന്നീട് ഉറങ്ങാൻ കഴിയാതിരിക്കുക, അതല്ലെങ്കിൽ പകൽ സമയം മുഴുവൻ കിടന്നുറങ്ങുക, പിന്നെ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ കുറയുന്നതിന്റെ ഭാഗമായിട്ട് കുളിക്കാനോ വസ്ത്രം മാറാനോ കൃത്യമായി മരുന്ന് കഴിക്കാനോ അതിനൊക്കെയുള്ള താല്പര്യം അങ്ങ് നഷ്ടപ്പെടുക, ഇവയൊക്കെ വിഷാദ രോഗത്തിന്റെ ഭാഗമായി വരാവുന്ന ചില ലക്ഷണങ്ങളാണ്. ഇവർക്ക് താൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഭാരമാണ്, ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും റെക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുക. വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ വളരെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ കടന്നു പോകേണ്ട ഒരു ഫേസ് തന്നെയാണ് വാർദ്ധക്യം. അത് ഏറ്റവും മനോഹരമാക്കി കൊടുക്കുക എന്നത് മുതിർന്നവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി തന്നെ കാണുക, അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. താങ്ക് യു.